വിജയ്ക്ക് 42 വയസ്സ്. നിങ്ങൾക്കറിയാമോ ഈ 25 കാര്യങ്ങൾ? ഒരു തെന്നിന്ത്യൻ നടന് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും ആരാധകർ. കല വരദാനമായി കിട്ടിയ ഒരു എളിയ മനുഷ്യൻ, ദളപതി രജനീകാന്ത്. എന്നാൽ ഇതൊക്കെ കിട്ടിയ ഒരു കലാകാരൻ കൂടി തമിഴ് സിനിമയിലുണ്ട്, ഇളയ ദളപതി വിജയ്. വിജയുടെ അച്ഛൻ സംവിധായകൻ, അമ്മ ഗായിക, ഒരു സഹോദരി മരണപ്പെട്ടു. നമ്മളറിയേണ്ട, നമ്മൾക്കറിയാത്ത കാര്യങ്ങളുമായി ഒരു ചെറിയ പുറപ്പെടൽ. 1. ചെന്നൈ ലയോള കോളേജിൽ വിജയ്ക്കൊപ്പം പഠിച്ചതാണ് മറ്റൊരു സൂപ്പർ ഹീറോ സിംഗം സൂര്യ. 2 പേരും ക്ലാസ്മേറ്റായിരുന്നു. 2. വിജയ് ആരാധിച്ചിരുന്നത് വിജയകാന്തിനെയാണ്. ആ വിജയകാന്തിനൊപ്പമാണ് ആദ്യമായി വിജയ് അഭിനയിച്ചതും, വെട്രി എന്ന ചിത്രത്തിൽ. 3. വിജയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്പർ 8 ആണ്. 4. ദേഷ്യം വന്നാൽ പരിസരം നോക്കാതെ വിജയ് വീട്ടിലായാലും ലൊക്കേഷനിലായാലും ഇറങ്ങിപ്പോകും. 5. കൂടെ അഭിനയിച്ച ജോഡികളിൽ വിജയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടി സിമ്രാനാണ്. സിമ്രാന് നന്നായി ഡാൻസ് ചെയ്യാൻ അറിയുന്നതുകൊണ്ടുകൂടി വിജയ്ക്ക് സിമ്രാനെ വല്ലാതെ ഇഷ്ടമാണ്. മാത്രമല്ല, ഇവർ ഭാഗ്യജോഡികളാണ്. ഇവർ ജോഡികളായ എല്ലാ സിനിമകളും ഹിറ്റാണ്. 6. ചെറുപ്പത്തിൽ നിർത്താതെ സംസാരിക്കുന്ന വിജയ് സഹോദരിയുടെ മരണത്തിന്റെ ആഘാതത്തിൽ ഒതുങ്ങിക്കൂടുന്ന പ്രകൃതക്കാരനായി. 7. വിജയ് സൂര്യയ്ക്ക് വേണ്ടി പാടിയ ചിത്രമാണ് 99-ലിറങ്ങിയ പെരിയണ്ണ. കൂടാതെ 31 സിനിമകളിൽ കൂടി വിജയ് പാടി. 8. വിജയുടെ അമ്മയും ഒരു ഗായികയാണ്. വിജയ് അഭിനയിച്ച വിഷ്ണുവിലും വൺ മോറിലും വിജയ്ക്കൊപ്പം പാടിയ അമ്മ ശോഭ കൂടാതെ ഒരു ചിത്രത്തിലും കൂടെ പാടി. 9. 1997-ലെ ലവ് ടുഡേ എന്ന ചിത്രത്തിൽ അഭിനയിച്ചതിനു ശേഷമാണ് വിജയ്യെ ഇളയ ദളപതിയെന്ന് ആരാധകർ വിളിച്ചു തുടങ്ങിയത്. 10. ആദ്യകാലങ്ങളിൽ വിജയ് അഭിനയിച്ച പടങ്ങൾ വിതരണത്തിനെടുക്കാൻ ആളുകളുണ്ടായിരുന്നില്ല. പയ്യന്റെ മുഖം കൊള്ളില്ലെന്നായിരുന്നു കാരണം. 11. സന്ദർശിക്കാൻ വിജയ് ഏറ്റവും ഇഷ്ടപ്പെടുന്ന സ്ഥലം ലണ്ടനാണ്. ഷൂട്ടിംഗ് ഇല്ലാത്ത ഇടവേളകളിൽ ലണ്ടനിലേക്ക് പറക്കും. 12. പാചകം ചെയ്യാൻ ഇഷ്ടമുള്ള ആളാണ് വിജയ്. ഇടയ്ക്ക് അടുക്കളയിൽ കയറി നോൺവെജ് പാചകം ചെയ്ത് എല്ലാവർക്കും വിളമ്പും. 13. ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ബ്ലാക്കും ബ്ലൂവുമാണ്. പൊതുപരിപാടികളിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ വിജയ് ധരിക്കുക ഈ 2 കളറുകളാണ്. ജീൻസും ടീഷർട്ടും ഇടാനും ഇഷ്ടപ്പെടുന്നു. 14. വിജയുടെ ആദ്യ പടം പൊട്ടിപ്പാളീസായതാണ്. നാളെ തീർപ്പ് എന്ന ആദ്യ ചിത്രം കഥയെഴുതി സംവിധാനം ചെയ്തത് അച്ഛൻ ചന്ദ്രശേഖർ തന്നെയാണ്. 28 ലക്ഷം മുടക്കിയ സിനിമയ്ക്ക് 23 ലക്ഷമാണ് തിരിച്ചു കിട്ടിയത്. 15. പുതിയ സംവിധായകർക്ക് ഏറ്റവും കൂടുതൽ അവസരം കൊടുത്ത താരം വിജയ് തന്നെ. മൊത്തം 59 സിനിമകളിൽ നടിച്ച വിജയ് 20 പുതുമുഖ സംവിധായകരെ വെച്ച് തന്റെ സിനിമ പിടിപ്പിച്ചു. 16. സൂപ്പർ സ്റ്റാർ വിജയ് നല്ലൊരു ടെന്നീസ് പ്ലെയറാണ്. തെറിയുടെ ലൊക്കേഷനിൽ ആറ്റ്ലിക്കും ഭാര്യയ്ക്കുമൊപ്പം ഒഴിവു സമയങ്ങളിൽ ടെന്നീസ് കളിച്ച് ആനന്ദം കണ്ടെത്തി. 17. സിംഗം സൂര്യ ആദ്യമായി സിനിമയിൽ അഭിനയിച്ചത് വിജയ്ക്കൊപ്പമാണ്. അജിത്തായിരുന്നു സൂര്യയുടെ ആദ്യ ചിത്രമായ നേർക്കുനേർ എന്ന ചിത്രത്തിൽ അഭിനയിക്കേണ്ടിയിരുന്നത്. എന്നാൽ അജിത്ത് ഒഴിവാക്കിയ കഥാപാത്രമായി സൂര്യ വെള്ളിത്തിരയിലെത്തി, അതും വിജയ്ക്കൊപ്പം. 2 പേരും ഇന്ന് സൂപ്പർ ഹീറോകൾ. 18. കൈകുത്തി കാൽ മുകളിലേക്കാക്കി നടക്കുന്നതിൽ വിദഗ്ധനായ വിജയ് സഹോദരിയെ കളിപ്പിക്കുന്നതിനായിരുന്നു അങ്ങനെ ചെയ്തിരുന്നത്. 19. സംഗീതയാണ് വിജയുടെ ഭാര്യ. മകന്റെ പേര് സഞ്ജയ് എന്നാണ്. സംഗീതയിലെ SAN-ഉം വിജയിലെ JAY-യും എടുത്താണ് മകന് സഞ്ജയ് എന്ന പേര് സമ്മാനിച്ചത്. 20. വിജയ് അഭിനയിച്ച 9 ചിത്രങ്ങളിലെ കഥാപാത്രങ്ങളുടെയും പേര് വിജയ് എന്ന് തന്നെയാണ്. നാളെ തീർപ്പ് മുതൽ തെറി വരെയുള്ള ചിത്രങ്ങളിലെ 9 എണ്ണത്തിൽ ആദ്യം അഭിനയിച്ച 3 പടത്തിലും വിജയ് എന്ന പേരിൽ തന്നെയാണ് അഭിനയിച്ചു തുടങ്ങിയത്. 21. അച്ഛൻ SA ചന്ദ്രശേഖറാണ് വിജയനെ വെച്ച് ഏറ്റവും കൂടുതൽ സിനിമ സംവിധാനം ചെയ്തത്, 10 എണ്ണം. 22. വിക്രം അഭിനയിച്ച ധൂളും അർജുൻ അഭിനയിച്ച മുതൽവനും വമ്പൻ ഹിറ്റുകളായിരുന്നു. ഈ 2 ചിത്രങ്ങളും വിജയ് ഒഴിവാക്കിയതാണ്. 23. മണിരത്നത്തോടൊപ്പം അഭിനയിക്കാൻ ഇഷ്ടപ്പെടുന്ന വിജയ്ക്ക് സംവിധായകൻ ഫാസിലിനെയും ഇഷ്ടമാണ്. എന്നാൽ ഇതുവരെ മണിരത്നത്തിന്റെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോലും വിജയ്ക്ക് കഴിഞ്ഞിട്ടില്ല.
24. ഡ്രൈവിംഗ് ക്രേസ് കൂടുതലുള്ള വിജയ് ബൈക്കിൽ ചെന്നൈയിലൂടെ ഇടയ്ക്ക് കറങ്ങാറുണ്ട്. കൂടാതെ ഡ്രൈവറെ ഒഴിവാക്കി കാറിലും ചുറ്റിയടിക്കും. 25. ഇന്ത്യയിൽ മാത്രം ഒതുങ്ങുന്നില്ല വിജയിന്റെ ഫാൻസ് ക്ലബ്ബുകൾ. ശ്രീലങ്ക, മലേഷ്യ, കാനഡ, സിംഗപ്പൂർ എന്നിവിടങ്ങളിലും ഫാൻസ് ക്ലബ്ബുകൾ സജീവമാണ്. ആരാധകരുടെ ഹൃദയം കീഴടക്കിയ വിജയിനെ പ്രായഭേദമന്യേ ലിംഗഭേദ വ്യത്യാസമില്ലാതെ നെഞ്ചിലേറ്റിയത് കോടാനുകോടി ജനങ്ങളാണ്. ആ ആരാധകരുടെ പ്രതീക്ഷകൾക്കപ്പുറം കൊടുത്താണ് വിജയ് മുന്നോട്ട് കുതിക്കുന്നത്. 42 വയസ്സിലെത്തിയ സൂപ്പർ സ്റ്റാർ ഇളയ ദളപതി വിജയ്ക്ക് ദീർഘായുസ്സും വിജയാശംസകളും നേർന്നുകൊണ്ട് ഫിലിം കോട്ട്. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഫിലിം കോട്ട്.